മറ്റൊരു വാർത്ത, കളമശ്ശേരി HMTയിൽ തീപിടുത്തം. കിടക്ക ഗോഡൌണിലാണ് തീപിടുത്തം. തീയണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമം തുടരുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വലിയ തീപിടുത്തമാണോ ഉണ്ടായിരിക്കുന്നത്? കിടക്കക്കടക്കാണ് തീ പിടിച്ചിട്ടുള്ളത്. എറണാകുളത്ത് കളമശ്ശേരിക്ക് അടുത്ത് SMT സെന്ററിനടുത്താണ് ഒരു വിവരത്തിന് പിന്നിലായിട്ടുള്ള കിടക്കക്കടക്കാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തിയാണ് തീ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈദ്യുത ലൈനിൽ നിന്നും അതിലേക്ക് തീ പടർന്നതാണ് എന്നുള്ള അനുമാനമാണ് നാട്ടുകാർക്കുള്ളത്. എന്തായാലും ഈ ഒരു ഇന്ന് രാവിലെയാണ് തീ പടർന്നതായി കണ്ടത്. പക്ഷെ പെട്ടെന്ന് വളരെ വേഗം തീ അത് പടർന്നു പിടിക്കുക. ഈ ഒരു സാഹചര്യമാണിത്. കിടക്കക്കടയുടെ ഗോഡൌണാണ് തീ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ഒരു പെട്ടെന്നൊരു തീ പടർന്നു പിടിക്കുകയും അത് അത്യാവശ്യം ഭീകരമായ തരത്തിലേക്ക് തീ പടർന്നു പിടിക്കുകയും ചെയ്തു. എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായ സാഹചര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ഇതിൽ ഇന്ന് രാവിലെ ആണ് തീപിടുത്തം ഉണ്ടായത്. അത് നാട്ടുകാർ തന്നെയാണ് തീപിടുത്തം ഉണ്ടായി എന്നുള്ള കാര്യം അറിയിക്കുന്നതും വളരെ നാട്ടുകാർ തന്നെയാണ് അത് തീ പടർന്നു കണ്ടെത്തിയത്. അങ്ങനെ സാഹചര്യത്തിലാണ് വളരെ വേഗം, അതായത് ഈ പറഞ്ഞതുപോലെ പഞ്ഞിയും ചകിരിയും ഒക്കെയുള്ള ഒരു ഇതാണല്ലോ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഗോഡൗണാണല്ലോ. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ തീ വളരെ വേഗം പടർന്നു പിടിക്കാനുണ്ടായ ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നിലവിൽ തീ അണയ്ക്കൽ നടപടികൾ തുടരുകയാണ്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകി. തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുകയാണ്. കളമശ്ശേരിയിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കിടക്ക ഗോഡൌണിലാണ് HMTയിലെ കിടക്ക ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്.